കേരളത്തിൽ നടന്ന തെരഞ്ഞെടുപ്പിന്റെ ഫലം ജനവിധി അട്ടിമറിക്കപ്പെട്ടേക്കാമെന്നൊരു ആശങ്ക നിങ്ങൾക്കുണ്ടോ? എനിക്കുണ്ട്, നാട്ടിൽ പലർക്കുമുണ്ട്. അത്തരം സാധ്യതകളിലേക്ക് വിരൽ ചൂണ്ടുന്ന ചില ഉഡായിപ്പുകൾ, ഒളിച്ചുകളികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവർത്തിച്ചുകൊണ്ടേയിരിക്കുന്നു. അതിൽ ഏറ്റവും അവസാനത്തേതാണ് ഇന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നടത്തിയ ഈ പ്രസ്താവന. പോളിംഗ് കണക്കുകൾ പ്രസിദ്ധപ്പെടുത്താൻ വൈകുന്നതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്നാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ ന്യായീകരണം. അസ്വാഭാവികത ഇല്ലെന്ന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അങ്ങ് പറഞ്ഞാൽ മതിയോ? നിങ്ങളുടെ പെരുമാറ്റത്തിൽ അസ്വാഭാവികതയുണ്ട് എന്നുള്ള കാര്യം കൃത്യമായി ഞങ്ങൾക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. കാരണം തെരഞ്ഞെടുപ്പ് ദിവസം വൈകിട്ട് 5 മണി വരെ കൃത്യമായി പോളിംഗ് കണക്കുകൾ പുറത്തുവിട്ട കമ്മീഷൻ എന്തുകൊണ്ടാണ് 5 മണിക്ക് ശേഷമുള്ള പോളിംഗ് കണക്കുകൾ വോട്ടെടുപ്പ് കഴിഞ്ഞ് ഇത്രയും ദിവസം പിന്നിട്ടിട്ടും അത് പുറത്തുവിടാത്തത്? പോസ്റ്റൽ വോട്ടുകൾ എണ്ണി തിട്ടപ്പെടുത്താൻ ഒരു ദിവസം പോലും വേണ്ടെന്നിരിക്കെ എന്തുകൊണ്ടാണ് അതിനെക്കുറിച്ചുള്ള കണക്കുകളൊന്നും കമ്മീഷന്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ ഇനിയും ലഭ്യമല്ലാത്തത്? അവസാനമായി നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിലും മഹാരാഷ്ട്രയിലും വൈകിട്ട് 5 മണിക്ക് ശേഷം നടന്ന പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ പുറത്തുവിടാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ തയ്യാറായിരുന്നില്ല. അതിനെ ചൊല്ലി അവിടുത്തെ പ്രതിപക്ഷ പാർട്ടികൾ വലിയ രീതിയിലുള്ള തർക്കങ്ങളും പ്രതിഷേധങ്ങളും നടത്തിയിരുന്നു. അവസാനം വോട്ട് എണ്ണിക്കഴിഞ്ഞപ്പോൾ അവിടെ പോൾ ചെയ്തതിനേക്കാൾ 5.5 ലക്ഷം വോട്ടുകൾ കൂടുതലായി എണ്ണിയെന്ന് രാജ്യത്തിന്റെ പ്രതിപക്ഷ നേതാവ് തന്നെ പരസ്യമായി പത്രസമ്മേളനം നടത്തി തെളിവുകളടക്കം രാജ്യത്തോട് വിളിച്ചു പറഞ്ഞതാണ്. ഇങ്ങനെ പലയിടത്തും അസ്വാഭാവികമായി പെരുമാറിയതിന്റെ പാരമ്പര്യമുള്ള ആളുകളാണ് ഇന്ത്യയിലെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. നിങ്ങൾ കേരളത്തിലും വന്ന് സമാനമായ പരിപാടി ആവർത്തിക്കുമ്പോൾ 5 മണിക്ക് ശേഷം നടന്ന പോളിംഗ് ശതമാനത്തിന്റെ കണക്കുകൾ ഇനിയും പുറത്തുവിടാതെ നിങ്ങൾ ഒളിച്ചു കളിക്കുമ്പോൾ, എന്നിട്ട് അതിൽ അസ്വാഭാവികതയൊന്നുമില്ല എന്ന് നിങ്ങൾ പറഞ്ഞാൽ നിങ്ങളെ ഞങ്ങൾ വിശ്വസിക്കണോ? കേരളത്തിന്റെ തെരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമല്ലേ 2 ദിവസങ്ങൾക്ക് മുമ്പ് മലപ്പുറത്ത് സംഭവിച്ചത്? മലപ്പുറത്ത് വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമുകളെല്ലാം തുറക്കാൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു എന്ന വാർത്ത പുറത്തു വന്നില്ലേ? UDF ശക്തമായി അതിനെതിരെ പ്രതികരിച്ചത് കൊണ്ടല്ലേ ജില്ലാ കളക്ടർ തന്റെ ഉത്തരവ് പിൻവലിച്ചത്? ഇതൊക്കെ സ്വാഭാവികമായി സംഭവിക്കുന്നതാണോ? അല്ല, ഇതെല്ലാം അസ്വാഭാവികമാണ്. കഴിഞ്ഞ തവണ നിയമസഭാ തെരഞ്ഞെടുപ്പ് നടന്ന ബീഹാറിൽ അവിടെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരുന്ന സംസാരം എന്ന് പറയുന്ന സ്ഥലത്ത് പെട്ടെന്നൊരു ദിവസം പുലർച്ചെ 3 മണിക്ക് വോട്ടിംഗ് മെഷീനുകളുമായി ഒരു ട്രക്ക് പ്രത്യക്ഷപ്പെടുന്നു. നാട്ടുകാർ കയ്യോടെ ഈ വണ്ടി പിടികൂടുന്നു. പിന്നീട് RJD അടക്കമുള്ള രാഷ്ട്രീയ പാർട്ടിയുടെ പ്രവർത്തകരും മറ്റ് പാർട്ടിക്കാരും അവിടെ ഓടിക്കൂടുന്നു. പലതരത്തിലുള്ള തർക്കങ്ങളും വാഗ്വാദങ്ങളും ഉടലെടുക്കുന്നു. ആ രീതിയിൽ മണിക്കൂറുകൾ പിന്നിടുന്നു. അവസാനം പോലീസ് എത്തി ഈ വണ്ടി കസ്റ്റഡിയിലെടുക്കുന്നു. സംസാരയിലെ വോട്ടിംഗ് മെഷീനുകൾ സൂക്ഷിച്ചിരിക്കുന്ന സ്ട്രോങ് റൂമിന് മുമ്പിൽ കാവലിൽ നിന്ന് RJD പ്രവർത്തകരും ഈ ബഹളത്തിൽ പങ്കെടുത്തിരുന്നു. തിരിച്ചവർ സ്ട്രോങ് റൂമിന് മുമ്പിലെത്തിയപ്പോൾ കണ്ട കാഴ്ച അവിടുത്തെ CCTVകളെല്ലാം ഓഫായിരിക്കുന്നു. ഇതൊക്കെ അസ്വാഭാവികമല്ലേ? ഒരു തിരക്കഥ പോലെ വോട്ടിംഗ് മെഷീനുകൾ നിറച്ച ഒരു ട്രക്ക് പ്രത്യക്ഷപ്പെടുന്നു. ജനങ്ങൾ ആ ഭാഗത്തേക്ക് ഓടിക്കൂടുന്നു. വലിയ തർക്കങ്ങളും ബഹളങ്ങളും വാഗ്വാദങ്ങളും നടക്കുന്നു. ആ സമയം കൊണ്ട് ആ പരിസരത്തെ സ്ട്രോങ് റൂമിൽ സൂക്ഷിച്ചിരുന്ന ജനവിധി ഉഡായിപ്പ് മാർഗത്തിലൂടെ അട്ടിമറിക്കപ്പെട്ടു. 2018 വരെ ത്രിപുരയിൽ പ്രതിപക്ഷ പാർട്ടി പോലും അല്ലാതിരുന്ന, ഒരു സീറ്റ് പോലും നിയമസഭയിൽ ഇല്ലാതിരുന്ന BJP എങ്ങനെയാണ് ഭൂരിഭാഗം സീറ്റുകളും തൂത്തുവാരി അധികാരത്തിൽ വന്നത്? ഇതിലൊന്നും ഒരു അസ്വാഭാവികതയും ഇല്ലെന്നാണോ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പറയുന്നത്? അങ്ങനെ നിങ്ങൾ പറയുന്നതെല്ലാം ഞങ്ങൾ മലയാളികൾ അതുപോലെ അങ്ങ് വിഴുങ്ങുമെന്നാണോ, വിശ്വസിക്കുമെന്നാണോ നിങ്ങൾ വിചാരിച്ചിരിക്കുന്നത്? അതുകൊണ്ട് പ്രിയപ്പെട്ട UDF LDF പ്രവർത്തകരെ, നിങ്ങൾ സ്ട്രോങ് റൂമുകൾക്ക് ശക്തമായ കാവൽ ഏർപ്പെടുത്തണം. അല്ലാത്ത പക്ഷം ജനങ്ങളുടെ ശ്രദ്ധ വഴിതെറ്റിക്കുന്ന തരത്തിൽ ചില വാർത്തകൾ സൃഷ്ടിച്ച് ചില സംഭവങ്ങൾ ഉണ്ടാക്കി ഒരു തിരക്കഥ പോലെ നമ്മുടെ നാട്ടിലെ തെരഞ്ഞെടുപ്പ് ഫലവും ജനവിധിയും ഏത് നിമിഷവും അട്ടിമറിക്കപ്പെട്ടേക്കാം.